ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാക്കിൽ നട്ട ഇഞ്ചി കേട്ടോ ഇത് നമ്മളിന്ന് വിളവെടുക്കാനായിട്ട് പോവുകയാണേ. ഇതിൻ്റെ തണ്ടൊക്കെ ശരിക്കും ഉണങ്ങിപ്പോയി. കോഴിയൊക്കെ വന്ന് തിരഞ്ഞതിൻ്റെ ഇലയൊക്കെ മാന്തി കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കുറച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറിച്ചെടുത്തായിരുന്നു കേട്ടോ, കറിക്കൊക്കെ ആവശ്യത്തിന് എടുത്തായിരുന്നു. അപ്പോൾ ഇത് കോഴിയൊക്കെ കണ്ടോ, അതിൻ്റെ മണ്ണൊക്കെ മാന്തി കളഞ്ഞത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടെന്ന് വിചാരിക്കാം. വേരൊക്കെ കെട്ട് തുടങ്ങി കേട്ടോ, ശരിക്കും അങ്ങ് ഇതായി പോയിട്ടുണ്ട്. ഇത്തവണ ചാക്കൊക്കെ നമ്മുടെ അങ്ങ് കേടായി പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിത് മൊത്തം അങ്ങ് മാറ്റുവാണേ. അപ്പോൾ ഈ മണ്ണൊക്കെ നമ്മൾ താഴെ തന്നെ അങ്ങ് കുടഞ്ഞിടാമെന്ന് വെച്ചു. ശരിക്കും വേരൊക്കെ കെട്ടുപോയത് കൊണ്ടേ പറിക്കാനൊക്കെ എളുപ്പമാട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ വിത്തെടുത്ത് വെച്ച് നട്ടതാട്ടോ. വിത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് മുളപ്പിച്ചെടുത്ത് ചാക്കിൽ മണ്ണ് നിറച്ച് നട്ടതാണേ. ഒരുപാട് അങ്ങനെ വളപ്രയോഗങ്ങളോ പിന്നീട് അതിൻ്റെ ചുവട്ടിൽ പരിപാലിക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. നമ്മളൊക്കെ ചാക്കിൽ കുറച്ച് കരിയില നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വളരെ കുറച്ച് മണ്ണ് ഇടാറുള്ളൂ. എന്നിട്ട് അതിനകത്ത് ഇഞ്ചിയുടെ കണങ്ങ് നട്ടു കൊടുക്കുകയാണ്. ഈ കരിയിലേക്ക് ശരിക്കും അങ്ങ് ദ്രവിച്ച് പിന്നെ അതങ്ങ് മണ്ണായിക്കോളൂ കേട്ടോ. നമ്മൾ നടന വീഡിയോ ഒക്കെ കൂട്ടുകാരെ കാണിക്കണമെന്ന് ഓർത്തതായിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ. പിന്നീട് അത് എഡിറ്റ് ചെയ്യണ സമയത്ത് ചെറിയൊരു പണി കിട്ടി, അത് ഡിലീറ്റായി പോയി. അതോടുകൂടി അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിളവെടുക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തില്ലായിരുന്നോ, അപ്പോൾ ചിലതൊക്കെ നനവ് തട്ടിയതൊക്കെ ചിലത് കണ്ടോ മുളച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇഞ്ചിയൊക്കെ പറിക്കാറായോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഇപ്പോൾ ശരിക്കും അങ്ങ് വേരൊക്കെ കെട്ട് നല്ല ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് കേട്ടോ. ചിലപ്പോൾ ഇനി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും ഉണങ്ങിപ്പോവും. ഒരു തവണ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയതായിരുന്നു. ഇഞ്ചി പറിക്കണ സമയമായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഇഞ്ചി ഉണ്ടായതായിരുന്നു. പക്ഷേ എല്ലാം അങ്ങ് വേവടിച്ച്, ഈ വെയിൽ ചൂട് കൊണ്ട് മണ്ണ് ചൂടായിട്ടാണെന്ന് തോന്നുന്നു, വേവടിച്ച് ഉണങ്ങിപ്പോയായിരുന്നു. അങ്ങനെ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇത്തവണ എന്തായാലും പരീക്ഷണത്തിന് നിൽക്കണില്ല, അതുകൊണ്ട് വേഗം പറിക്കുവാണേ. ഇത് നമ്മളിനി വിത്തായിട്ടും പിന്നെ കറിക്ക് ആവശ്യത്തിനും എടുക്കും. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറ്. ചില ചാക്കിലേക്ക് നമ്മൾ പറിച്ചെടുത്താട്ടോ ഇല്ലാത്തത്. അതായത് നമ്മൾ കറിക്ക് ആവശ്യത്തിന് നട്ട് കഴിഞ്ഞ് ഒരുവിധം അതിൻ്റെ തണ്ടൊക്കെ പുതിയതൊക്കെ പൊട്ടി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വിത്തൊക്കെ ഒടിച്ചെടുക്കും. പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ കുറേശ്ശൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഉള്ളതാണ് ഇത്. ഇപ്പോൾ നമ്മൾ പറിച്ചതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി ഇതെങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്ന് കാണാം കേട്ടോ. ഇത് നമ്മൾ മണലാണ്, നല്ല മണലാട്ടോ. ഇത് പെരവണിയുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കണേ കേട്ടോ. ഓരോ തവണയും ഇതുപോലെ ഇഞ്ചിയൊക്കെ പറിക്കുമ്പോൾ അതിങ്ങനെ മൂട്ടി ഇഞ്ചി ഇങ്ങനെ പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മണലങ്ങ് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും അങ്ങ് ഇളക്കി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ.